എന്നാലും ഒരു കാര്യം മനസ്സിലായി, മൈലേഷ്യയിലുള്ള ആൾക്കാർക്ക് ഒരു കപ്പാസിറ്റി ഭയങ്കര വലുതാണ്, മൈക്കിന് ഭയങ്കര കുറവാണ്. നമ്മളെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ആൾക്കാർ തുടങ്ങിയതാണ് എല്ലാവരും. ഇന്ന് ടീം വളർന്നു, പക്ഷേ നമ്മുടെ ഓഡിറ്റോറിയം വളർന്നിട്ടില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്നിട്ട് വെള്ളിയാഴ്ച ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഗ്ലോബൽ ടീം കോഡ് എന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കും. 75 കോടി മാച്ച്. അതിന്റെ കൂടെ തന്നെ മറ്റൊരു ഐഡി ITC ഉണ്ട്, പിന്നെ ഒരു ഐഡി RTC ഉണ്ട്, പിന്നെ ഗോൾഡൻ സ്റ്റുഡിയോ ആണ്, ടച്ചിങ് പ്ലാറ്റിനം, അത് കഴിഞ്ഞ ഡയമണ്ട്. കാരണം കാശ് ഭയങ്കര ടൈറ്റാണ്. ആദ്യം കുട്ടികളൊന്നും വേണ്ടി വന്നില്ല, കാരണം ഒരു 10-15,000 രൂപ ഉണ്ടെങ്കിൽ കുടുംബം കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. പക്ഷെ ഇന്നത് പറ്റുന്നില്ല. അഹംഭാവം ആരും വിചാരിക്കരുത്, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാവും. എന്തായാലും നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ആദ്യമായിട്ട് ഈ ഒരു ബിസിനസിന്റെ അവസരം കേൾക്കാൻ വന്ന വ്യക്തികളൊന്നും കൈവിടണം. ഇന്ന് ആദ്യമായിട്ട് ഇത്ര ആൾക്കാരാണ്. എനിക്കിനെ സംസാരിക്കാനുള്ളത് നിങ്ങളോടാണ് കേട്ടോ, പുതുതായി വന്നവരോടാണ്. ആ പുതുതായി നിന്ന് വരാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എന്തായാലും ഒരു ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എന്തായാലും ഉണ്ടാവും. അതിനുവേണ്ടി നല്ലൊരു കയ്യടി മറ്റുള്ളവർക്കൊന്നും കൊടുക്കണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം എന്റെ പേര് സോമകുമാർ എന്നാണ്, സ്വദേശം കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ്. എന്നാൽ ഞാനിപ്പം ഒരു 4-5 വർഷമായിട്ട് ഞാൻ കോഴിക്കോട് സെറ്റിലാണ്. അവിടെ വീടൊക്കെ വെച്ചു. ഞാൻ അതിന് തൊട്ട് മുന്നേ കോഴിക്കോട് വരുന്ന തൊട്ട് മുന്നേ ഞാൻ എറണാകുളമായിരുന്നു. ഒരു വർഷം 2017 ഞാൻ എറണാകുളത്ത് താമസിച്ചു, തൃപ്പൂണിത്തറ. 2018 ഫ്ലഡിന് തൊട്ട് മുന്നേ ഞാൻ അവിടെ ഇങ്ങോട്ടേക്ക് മാറി. അങ്ങനെ പല സ്ഥലങ്ങളിലും മാറി മാറി നിന്നിട്ടാണ് ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്തത്. അതിനെ കൂടുതൽ എന്റെ ഫാമിലിയിലും എന്റെ മക്കളെ ഒരുപാട് സ്കൂൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ 17ാമത്തെ വീടാണ് സ്വന്തമാക്കുന്നത്. 16 വീട് ഞാൻ റെന്റിനായിരുന്നു. 2000 രൂപക്ക് തുടങ്ങിയതാണ്. 2000 രൂപ മാസം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾ. പക്ഷെ വീട് എന്റെ വൈഫ് നന്നായി വൃത്തിയാക്കുന്ന ആളായതുകൊണ്ട് അവര് പോകാൻ സമ്മതിച്ചില്ല. അവർ 1000 രൂപയ്ക്ക് കുറച്ചു. അങ്ങനെ 1000 രൂപക്ക് നിന്ന് ഞാൻ 40,000 രൂപ ഞാൻ റെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു മാസം. അതൊക്കെ എന്നെ സഹായിച്ചത് ഈ മൈലേഷ് എന്ന ഈ ഒരു വലിയൊരു കമ്പനിയാണ്. ഞാൻ ഈ ബിസിനസ്സിന് തൊട്ട് മുന്നേ ലോറി ഡ്രൈവർ ആയിരുന്നു. ലോറി ഡ്രൈവിംഗ് മാത്രമല്ല, എനിക്ക് 4 ലോറി ഉണ്ടായിരുന്നു. അതിലൊരു ലോറി ഞാനായിരുന്നു ഡ്രൈവർ. ഏറ്റവും നന്നായിട്ട് ഓടുന്നതും ഏറ്റവും നന്നായിട്ട് വണ്ടിക്ക് കേടുപാടില്ലാതെ ഏറ്റവും കൂടി നന്നായിട്ട് സേവിങ്സ് ഉണ്ടാക്കുന്നത് ഞാൻ ഓടിക്കുന്ന വണ്ടി തന്നെയായിരുന്നു. അതിന് ഏറ്റവും ഫസ്റ്റ് ഞാൻ വയനാട് ജില്ലയെ അതിൽ ഒരു 1996 വയനാട് ജില്ലയിലേക്ക് പോയി. വയനാട് ജില്ലയിലേക്ക് പോകാൻ കാരണം ഞാൻ തലശ്ശേരി സ്റ്റേഡിയത്തിൽ കത്തിച്ച് ക്രിക്കറ്റ് കളിക്കലുണ്ടായിരുന്നു. എന്റെ കൂടെ കളിച്ച പല ആൾക്കാരും കേരള ടീമിലേക്ക് പോയി. അന്നത്തെ ഓപ്പണർ ബാറ്റ്സ്മാൻ നാരായണൻകുട്ടിയും CDK ബഷീർ പോലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ കേരള ടീമിലേക്ക് പോയി. ഞാൻ ജില്ലാ ടീമിലേക്ക് വന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ വയനാട് ജില്ലയ്ക്ക് വേണ്ടി കളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വയനാട് ജില്ലയിൽ ഏകദേശം ഒരു 6-7 വർഷം ബെസ്റ്റ് ഓൾറൗണ്ടറായി കളിക്കാൻ സാധിച്ചു. ആ സമയത്താണ് വയനാട് ജില്ലയിൽ കരിങ്കൽ കോറികൾ എടുക്കുന്നത്. കാരണം എന്റെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായിട്ടും കരിങ്കൽ തൊഴിലാളികളായിരുന്നു. അതുകൊണ്ട് കരിങ്കൽ മേഖലയായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അങ്ങനെ വയനാട് ജില്ലയിൽ അമ്പലം എന്ന സ്ഥലത്ത് 1000 കൊല്ലി എന്ന സ്ഥലം, അവിടെ എനിക്ക് 3 കരിങ്കൽ കോറികൾ ഉണ്ടായിരുന്നു. കോറികൾ മാത്രം 60 പേരെ പണിക്കാര്, കണക്കെഴുതുന്ന 3 ആള്, പിന്നെ കോൺട്രാക്ടർ വർക്ക് എടുക്കും. ഏകദേശം 100 പേരെ ടോട്ടൽ പണിക്കാരുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹൈ ലെവലിൽ പോയതായിരുന്നു. ഒന്നുമില്ലാതെ എടുക്കുന്നത് നല്ല ലെവലിൽ എത്തിയതാണ്. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, ചാക്ക് കൊടുത്താൽ പട്ട് കൊടുക്കാൻ പറ്റും, പട്ട് കൊടുത്താൽ പിന്നെ ചാക്ക് കൊടുക്കാൻ പറ്റില്ല. ശരിയല്ലേ? ഒന്നുമില്ലാതെ എടുക്കുന്ന എന്തൊക്കെയോ കിട്ടി കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകുമ്പോഴാണ് കംപ്ലീറ്റ് നമ്മൾ തകർന്ന് തരിപ്പണമാണ്. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും പോയി. കാരണം എനിക്ക് 3 പെങ്ങന്മാരെ കെട്ടിച്ചുവിടണം. എന്റെ അപ്പൻ നല്ല കലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ കാരണം കഴിഞ്ഞ 1.5 വർഷം മുന്നേ അപ്പ മരിച്ചു. എന്തൊക്കെയായിരുന്നു ഏകദേശം 12 വർഷത്തോളം ട്രീറ്റ്മെന്റ് നടത്തി. പക്ഷേ 3 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു. കുഴപ്പമില്ല. കല്യാണം കഴിച്ച് വിട്ട അന്ന് രാത്രി എന്റെ അപ്പ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. എന്റെ മകൻ എന്റെ മാനം കാത്തുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു. വയനാട് നിന്നാണ്. വൈഫിന്റെ പേര് സ്മിത. അവിടുത്തെ ഒരു അച്ചാരിക്കാണ് കേട്ടോ. അച്ചാരിക്ക് മനസ്സിലായോ? വൈഫ് ക്രിസ്ത്യൻ. ഞാൻ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഹിന്ദു
വൈഫ് ക്രിസ്ത്യൻ. പക്ഷെ ഞാൻ ബിസിനസിന്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും മുതൽക്കൂട്ടായത് മുൻ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയില്ലേ, അവരെ ഭാര്യയുടെ ഒപ്പം മൂസാഴ്ചയും അതേപോലെ അവര് വാഴക്കട്ടി ഉമ്മറക്കാഴ്ച അവരെ കൂടുതൽ ഒരു 5-6 വർഷം നോമ്പിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പ് തുറക്കാൻ പോയിട്ട് ഞാനായിരിക്കും. അങ്ങനെ ബിസിനസിന്റെ ബാലവാടക അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ കുറെ കാര്യങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ലാസ്റ്റ് വയനാട് ജില്ലയിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സർവജന സ്കൂളിലുണ്ട്. സർവജന ഇല്ല, ഒരു ക്ലാസ് റൂമിൽ വെച്ചൊരു കുട്ടിയെ പാമ്പ് കടിച്ച് മരിച്ചില്ലേ, അതാണ് സർവജന സ്കൂൾ. ആ സർവജന സ്കൂളിലെ ചുറ്റുമതിൽ സ്കൂളൊക്കെ വളരെ അബദ്ധമാണ്. പക്ഷെ അതിന്റെ ചുറ്റുമതിൽ കംപ്ലീറ്റ് നിർമ്മിതിയുടെ ടെൻഡർ ഞാനാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് ചെയ്ത കൊടയ്ക്ക് വെക്കാതായിരുന്നു. അങ്ങനെ ബിസിനസ് എല്ലാം പൊട്ടി, ഞാൻ പാപ്പരായി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാശിലായി. കൂടെ കഴിക്കുന്ന പയ്യന്മാർ ആരെങ്കിലും എന്നെ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയില്ല. കാരണം എത്രയോ നല്ല ലെവലിൽ നിന്നിട്ടാണ് ഞാൻ ഒന്നുമില്ലാണ്ടായി പോകുന്നത്. കാരണം കൊടയ്ക്ക് ആരും കാശ് തരാതായി. പക്ഷേ അന്ന് ഒരുമിച്ച് ജില്ലാ ടീമിൽ കളിച്ചാലാണ് SI വിശ്വംഭരൻ സാറ്. ലാസ്റ്റ് കുന്നുകുളം DVSP ആയിരുന്നു. സാറിപ്പോ പെൻഷനായി. സാറിനോട് പറയുന്ന സോമന്മാരെ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ട് 1-2 ജോഡി ഡ്രസ്സ് എടുത്തോ, ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണോ. ഞാൻ നേരെ പോലീസ് സ്റ്റേഷൻ ഉത്തമത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോഴാണ് സാർ പറഞ്ഞ ഉത്തരമേഖല IC വരുന്നത്. IC ഇവിടുന്ന് മസരകുടി വരെ പോകണം. മസരകുടിയോ എവിടെയെങ്കിലും ആവട്ടെ, കാരണം 2 ദിവസം ഫുഡ് വരിക കിട്ടുമെന്നുള്ള ചിന്തമാറാണ്. അങ്ങനെ IG കൊണ്ട് നേരെ മസരകുടി പോയി. എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് എന്തൊന്നും അറിയില്ല, സാറിന്റെ കൂടെ കുറച്ചു കാലം സ്പെഷ്യൽ ഡ്രൈവറായി നിൽക്കാൻ സാധിച്ചു. അതിനുശേഷം നട്ടലിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ ആ മേഖല വേണ്ട നോക്കി. എന്തായാലും പിന്നെയാണ് ഞാൻ ലോറി മേഖല ഡെവലപ്പ് ചെയ്തത്. എന്തായാലും ചെയ്ത മേഖലയെല്ലാം അത്യാവശ്യം കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാരണമല്ലെങ്കിലും എന്റെ കാശ് പോയിട്ടുണ്ട്. കാരണം ഞാൻ മദ്യപാന പുറകുവഴി ഒന്നും ഇല്ല കേട്ടോ. ഇന്നൊരു റോജാ പാക്ക് പോലും തമാശക്ക് പോലും ചതച്ചിട്ടുണ്ട്. കാരണം എന്റെ അമ്മയുടെ അച്ഛൻ ഒരു INA സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, AC കുഞ്ഞിരാമൻ എന്ന് പറയും. എന്റെ വെളിച്ചം പറയായിരുന്നു, നിന്റെ അമ്മ നല്ല വെള്ളടിക്കാരനാണ്, പക്ഷെ ഇവിടെ കുറെ അടിക്കുന്നുണ്ട്, പക്ഷെ നീ മാത്രം ഇത് ചെയ്യാൻ പാടില്ല. ഞാൻ അന്നേ കൊടുത്ത വാക്കാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതുപോലെ അത് കഴിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന കമ്പനിയിലാണ് എനിക്കിപ്പം ഏറ്റവും വലിയ അവസ്ഥ. എന്തായാലും 2 പെൺകുട്ടികളാണ് എനിക്ക്. ഇതാണ് 2 കുട്ടികൾ. ഒരാള് ശ്രേയ, ഒരാള് ശ്വേത. ആള് രണ്ടാളും കോയമ്പത്തൂർ പഠിക്കുന്നു ഇപ്പൊ. എന്തായാലും ഞാൻ പറഞ്ഞു വരുമ്പോൾ ഏകദേശം പറയാം. ഈ കമ്പനി ഇത് ഇത്രത്തോളം ആൾക്കാർ, കാരണം ഒരു മാഡം നേരത്തെ സംസാരിച്ചിട്ട് ഭയങ്കര ടച്ചിങ് ആയി പോയി. കാരണം ഈ ബിസിനസിനെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് അറിയത്തില്ല, പക്ഷെ നമ്മൾ കണ്ടാൽ നമ്മൾക്ക് അറിയാം അല്ലേ. പക്ഷെ നമ്മൾ ഒരു അഭിപ്രായം ചോദിക്കുന്നതും ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ അഭിപ്രായം പറയുന്നതും നമ്മളോടായിരിക്കും. അങ്ങനെ പലയാളും അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണല്ലോ ഹസ്ബൻഡ് വിളിക്കേണ്ടി വന്നത്. പക്ഷെ ഹസ്ബൻഡ് കൂടിക്കൊണ്ട് വരുന്ന സമയത്ത് ഹസ്ബൻഡ് ഇപ്പം ഇല്ല. എന്തായാലും പുള്ളിക്കാരൻ എവിടെന്നെങ്കിലൊക്കെ കാണുന്നുണ്ടാവും. ഏറ്റവും നല്ല ഒരു അവസരം, ആ അവസരത്തിലാണ് നമുക്കെല്ലാം ഉള്ളത്. കാരണം നമ്മള് അറിയാം, ഞങ്ങൾ എന്നും പറയാവുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ ഒരു കയ്യിലുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് വരാൻ സാധിക്കുന്നത്. കാരണം എന്താ അറിയോ, ഒന്ന് ഈ മേഖലയിൽ മനുഷ്യരും കമ്പനി വന്നാൽ ഒന്ന് ഹെൽത്ത് കിട്ടും, ഒന്ന് വെൽത്ത് കിട്ടും, ഒന്ന് നോളജ് കിട്ടും, ഒന്ന് ഹാപ്പിനെസ് കിട്ടും. 4 കാര്യം ഒരേപോലെ കിട്ടുന്ന ഒരു മേഖലയാണ് ഈ മേഖല. അപ്പൊ മറ്റൊരു മേഖല നമ്മൾ ആരോഗ്യം കളഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ സാധിക്കും, ശരിയല്ലേ? പിന്നെ എത്രമാത്രം ടാർഗറ്റ് കണ്ടതുകൊണ്ട് തന്നെ സങ്കടവും വിഷമങ്ങളുമോ സന്തോഷം അവിടെ ഇല്ല. 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നെങ്കിൽ 1 ലക്ഷം രൂപയുടെ തെറി കേൾക്കേണ്ടി വരും, ശരിയാണോ? അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മേഖല. പക്ഷേ ചില ആൾക്കാർ നോക്കണം, കാശില്ലാത്ത സമയമില്ല ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ. ഇനി എൻജോയ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ അവർക്ക് കാശില്ല. ഇനി ഈ രണ്ടും ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ആരോഗ്യമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പല മേഖലയിൽ. പക്ഷെ ഞാൻ എന്റെ ദൈവമേ, ഞാൻ ഈ മേഖലയിലായതുകൊണ്ട് നല്ല ഡ്രസ് കോഡ് കേട്ട് AC-യുടെ കാറിൽ യാത്ര ചെയ്യുന്നു, പഠിച്ച കാര്യങ്ങൾ വേറെ ഷെയർ ചെയ്യുന്നു. ഓരോ വീടുകളിൽ പോയി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ സ്നേഹത്തോടെ ഒരു കട്ടൻ ചായയെങ്കിലും തരും. അത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു തുള്ളി രക്തങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ശരിയല്ലേ? ഞാനിപ്പം എന്റെ കൂടെ ജോലി ചെയ്ത എന്റെ വണ്ടിയിലെ ക്ലീനർമാര്, അതേപോലെ സമാനമായിട്ട് ജോലി ചെയ്യുന്ന പല ഡ്രൈവർമാര്, അവരൊക്കെ ഇന്ന് കാണും ഞാൻ വിചാരിക്കും ഞാനും അതേപോലെ അവിടെ നിന്ന് ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാര്യങ്ങൾ കേട്ടപ്പോൾ എടുത്ത തീരുമാനത്തിനാണ് എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ്. പുതിയ ആൾക്കാർ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഷെയർ ചെയ്യാം. ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ചെയ്യുന്ന വെൽനസ് ഉൽപ്പന്നങ്ങൾ. ഇത് നേരത്തെ
ലീഡർ വളരെ ശക്തമായി പറഞ്ഞു 10 മുതൽ 40% വരെ, 40% വരെയൊക്കെ ഡിസ്കൗണ്ട് സാധനം കിട്ടാൻ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. പ്രായം ചെന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അവരെ അപ്പനല്ല, അപ്പന്റെ അപ്പനും 90 വയസ്സിന്റെ മുകളിലൊക്കെ അവർ ജീവിച്ചു കാണും. അന്ന് അവർ കഴിച്ച ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു. ചക്കയും മാങ്ങയും അല്ലേ, ശരി, നല്ല ഭക്ഷണമല്ലേ? അവര് 10% മോശം കഴിച്ചു കാണും. എന്നാൽ നമ്മളൊക്കെ അപ്പനൊക്കെ ആണെങ്കിലും 70% നല്ല ഭക്ഷണം, 30% മോശമായിരുന്നു. അപ്പൊ നമ്മളെത്ര കഴിച്ചിട്ടാവും? ഒരു 50% നമ്മൾ നല്ലത് കഴിച്ചു, 50% നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികൾ 70% മോശപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ പെട്ടെന്ന് ചെറിയ ആൾക്കാരുടെ അറ്റാക്ക് വരുന്നു, പലതരം ജീവിതശൈലി രോഗങ്ങൾ വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ് ഈ വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഇത് കണ്ടാൽ മതി. ഓരോ ദിവസവും നമ്മൾ 15% വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ, 5% മിനറൽസ്, 30% പ്രോട്ടീൻ, 10% ഫാറ്റ്, ഒരു 40% മതി കാർബോഹൈഡ്രേറ്റ്. രാവിലെ രാത്രി വരെ കഴിക്കുന്ന അരിഭക്ഷണം ആയതുകൊണ്ട് കൂടുതൽ ശരീരത്തിലേക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് വേണ്ട സാധനം ഓർഗൻസിന് പ്രവർത്തിക്കുന്ന സാധനം കൊടുക്കണ്ടേ? ഒന്നും കൊടുക്കുന്നില്ല. അതിന് പുറമെയാണ് ഇന്ന് കഞ്ചാവും മയക്കുമരുന്നും മദ്യപാനങ്ങളും പല സാധനങ്ങളും പല ആൾക്കാരും യൂസ് ചെയ്യുന്നത്. നമ്മൾ പടച്ചോ തന്ന ഈ ഓർഗൻസ് വെറുതെ അവിടെ ഇരിക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ടിവിയും മറ്റെല്ലാം പരസ്യം കണ്ടിട്ട് ആൾക്കാർ എന്തൊക്കെയോ വാങ്ങിച്ചു കഴിക്കുന്നില്ലേ? എവിടെയാണ് നമ്മൾ ആരോഗ്യം മെച്ചപ്പെടാനുള്ള കാര്യം സംസാരിക്കുന്നത്? അവരെ ആരോഗ്യം മെച്ചപ്പെടാനാണ് അവർ സംസാരിക്കുന്നത്. ശരിയല്ലേ? ഇന്ന് ഹോസ്പിറ്റൽ എണ്ണം കൂടി. നമ്മളെ കേരളത്തിലുള്ള ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഈ മലയാളികൾ കാര്യം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് എന്റെ വയറ് നന്നായി കൂടുതലായിരുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ? ഞാനിപ്പോ തനിയെ കുറച്ചു, വെയിറ്റ് കുറച്ചു. കാരണം എന്താ അറിയോ? ഇതിലൂടെ എടുത്ത ക്ലാസ്സുകളാണ്. ഇന്ന് ഏകദേശം 12 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ യാതൊരു ബന്ധമില്ല. ഞാനൊരു ഫാമിലി, അങ്ങനെ ഒരുപാട് ഫാമിലി ഇവിടെ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പടച്ചോൻ തന്ന ഈ ആരോഗ്യം അത് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ശരിയാണോ? നമ്മൾ ഉത്തരവാദിത്തമല്ലേ? ആ ഉത്തരവാദിത്തത്തിൽ നിൽക്കാനാണ് നമ്മളെ കമ്പനി ഇത്തരം നല്ല ഉൽപ്പന്നങ്ങൾ. മറ്റുള്ള പല കമ്പനികളും മൈലേജ് എന്തുകൊണ്ട് ഇത്തരം ബെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പല കമ്പനികളും എന്തെങ്കിലും സാധനം മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇന്ന് മൈലേജിന്റെ കമ്പനി ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ്, അത് വില കുറച്ചിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. എന്തായാലും ഈ ഓഡിയൻസിനോട് ഒരു ക്വസ്റ്റ്യൻ, പുതിയ ആൾക്കാർ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും സന്തോഷ കുടുംബമാണോ? ഹലോ, സന്തോഷ കുടുംബമാണോ? ആരും ഉത്തരം അറിയാൻ പോലും പറ്റുന്നില്ല അല്ലേ? മിക്ക ആൾക്കാരും, ചില ആൾക്കാർക്ക് ജീവിതത്തെ കുറിച്ച് ആർക്കും ഒന്ന് പൊട്ടി കരഞ്ഞാൽ കൊള്ളാവുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലേ? ഓക്കെ. അപ്പം എന്താ കാരണം അറിയോ? നമ്മളൊരു സന്തുഷ്ടമായ കുടുംബജീവിതം കൊണ്ടാണെങ്കിൽ ഞാൻ പറയുന്നു 90% പ്രാധാന്യം കാശിന് തന്നെയാണ്. കാശുണ്ടെങ്കിൽ 90% പ്രശ്നം മാറും. എന്നാൽ കാശിലൊക്കെ പ്രശ്നമുണ്ട്, അത് അവരുടെ കയ്യിൽ പോലെ. ശരിയല്ലേ? അംബാനിക്ക് എന്തെങ്കിലും കൊടുത്തോളൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ പോലെ. കാശിന് പ്രശ്നം അല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അവൻ 90% പ്രശ്നമാണെങ്കിൽ നമ്മൾക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാണെങ്കിൽ അത്യാവശ്യം നല്ല കാശ് വേണം, അല്ലേ? അടുത്ത് നോക്കിയേ, സുരക്ഷിതമായിട്ട് ഒരു വീട്. ഈ ഒരു വീട് വെക്കണമെങ്കിൽ ഒരു 40-50 ലക്ഷം രൂപ വേണ്ടേ? 2000 സ്ക്വയർ വീട് വെക്കണമെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് 2000 വെച്ച് കൂട്ടണമെങ്കിൽ ഒരു 40 ലക്ഷം രൂപ വേണ്ടേ? സ്ഥലത്തിന് കാശ് 50 ലക്ഷമായോ? 50 ലക്ഷമായി. ഞാൻ സുരക്ഷിതമായ വീട് എന്ന് പറഞ്ഞാൽ നല്ല ഗോദ്രേജിന്റെ പൂട്ടുള്ള കാര്യമല്ല പറഞ്ഞത്. ഒരു ലോൺ പോലും അടക്കാനില്ലാതെ അന്ന് മനസ്സമാനത്തോടെ ആ റൂമിന്റെ ഉള്ളിൽ ബെഡിൽ നിന്ന് കിടന്നുറങ്ങാൻ സാധിക്കും. അങ്ങനെയുള്ള സുരക്ഷിതമായ വീടാണോ നമ്മൾക്ക്? അപ്പം 50 ലക്ഷം രൂപ വീട് വെക്കാൻ വേണം കേട്ടോ. അതുകൊണ്ട് കണക്ക് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ. LKG UKG ഹയർ സ്റ്റഡീസിക്ക് വരുന്ന സമയത്ത് എത്ര കാശ് വേണം? കാരണം എന്റെ മക്കൾ ഇപ്പം ബിടെക് പഠിക്കും. ഒരാള് കഴിഞ്ഞ വർഷമാണ് ഞാൻ ചേർത്തത്. അവനെ ആളിനെ AIE എടുത്തത് 15 ലക്ഷം രൂപ ഡൊണേഷൻ ചോദിച്ചു. കാരണം ഇന്ത്യയിലെ 2ാം സ്ഥാനത്തുള്ള ഒരു കോളേജ്, ശ്രീകൃഷ്ണ കോളേജ്, കോയമ്പത്തൂർ. അപ്പൊ 15 ലക്ഷം രൂപ ഡൊണേഷൻ ചോദിച്ചു കൊടുത്തു. 4 ലക്ഷം രൂപ ഒരു വർഷം ഫീ കിട്ടി. 19 ലക്ഷമായി. ആ സമയത്താണ് അവിടെ തന്നെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെ താമസിപ്പിക്കാൻ പഠിപ്പിക്കുന്നത്. എന്താ കാരണം അറിയോ?
അഥവാ ഹോസ്റ്റലിൽ കുട്ടികളെ ആരെങ്കിലും എന്തെങ്കിലും ഇടങ്ങാറാക്കിയല്ലോ ഒരു പേടിയാ. കാരണം നമ്മൾ കണ്ണേ വളർത്തുന്നില്ല, ശരിയല്ലേ? നമ്മൾ നോക്കേണ്ട കുട്ടികളെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആ സമയത്ത് തന്നെ കഴിഞ്ഞ വർഷം തന്നെ വലിയ ഫണ്ടായി. അതിനുശേഷം രണ്ടാമത്തെ മകൾ ഇപ്പൊ അവിടെ പഠിക്കാൻ പോയി BBA. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മൂത്ത മകൾ ആദ്യം സയൻസ് ആണ് എടുത്തത്, കാരണം MBBS എടുക്കണം. പക്ഷേ അങ്ങളുടെ മകൻ ഡോക്ടർ ആയതുകൊണ്ട് അവൻ പറഞ്ഞു ഇനി ആ സ്ഥലത്തേക്ക് പോകണ്ട. എന്താ കാരണം ഡോക്ടർമാർ തട്ടി നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈലേജിന്റെ കമ്പനിയുടെ കാശാണ്, അങ്ങനെ കിട്ടിയ കാശാണ്. അതുകൊണ്ട് മൈലേജിന്റെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന കാര്യം മാത്രം ഇത് നോക്കിയാൽ മതി. അപ്പം 2 കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയെ ചുരുങ്ങിയ 2 ലക്ഷം വേണ്ടേ? വേണ്ടേ? അല്ലെ? പുതിയ ആൾക്കാരോട് ചോദിക്കുക, വേണ്ട സാർ 2 കുട്ടികളെ പഠിപ്പിക്കാൻ 1 കോടിക്ക് മേലെ വേണം, 2 ലക്ഷം കൊടുക്കും. അപ്പൊ 50 1 കോടിയായി കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2 കുട്ടികളെ കെട്ടിച്ചിവിടെ 2 പെൺകുട്ടികളുള്ള ആൾക്കാർ ആരുമുണ്ടോ ഇവിടെ? 2 3 ഭാഗ്യവാന്മാർ. വെറുതെ ഇരിക്കുന്ന സമയമല്ല കേട്ടോ, ഓടി നടക്കണം. 2 കുട്ടികളെ കെട്ടിച്ചുള്ള എത്ര കാശ് കൊടുക്കണം? മലപ്പുറം പ്രത്യേകിച്ച് അല്ലേ, അത്യാവശ്യം കൊടുക്കണ്ടേ? ശരിയല്ലേ? ഇപ്പൊ ഒരു പവൻ എത്ര വില? പോകണോ? ആയിക്കോട്ടെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, എന്നാലും നമ്മൾ ന്യായമായി കൊടുക്കണ്ടേ? ഓക്കെ, 2 കുട്ടികളെ കടിച്ചു ചുരുക്കി 50 ലക്ഷം കൊടുക്കണ്ടേ? വേണ്ടേ? അപ്പൊ 3 കാര്യത്തിൽ എത്ര കാശായി? 1.5 കോടി രൂപ. ഇത് നിങ്ങൾ ഓർമ്മയിൽ വേണം കേട്ടോ, അതിന്റെ കണക്കിൽ ഇപ്പൊ പറയാം. അപ്പം 2 കുട്ടികളെ കടിച്ചു വിടണമെങ്കിൽ എന്തായാലും ചുരുക്കി 50 ലക്ഷം വേണം. പിന്നെ ഞാൻ എന്റെ മക്കളോട് പറയുന്നത് ഒരു സുഖം തരില്ല. എന്റെ അപ്ലൈ ലീഡർ MS പ്രസാദ് എന്ന് പറയും, വയനാടുകാരനാണ്. ആ മനുഷ്യൻ മകളെ കല്യാണം കുറച്ച് മാസത്തിന് മുന്നാണ് കഴിഞ്ഞത്. എയറോഫീസിലാണ് കല്യാണം നടത്തിയത്. കുറച്ച് സ്വർണം കൊടുത്തിട്ട് 2 കിലോ. ഹലോ, 2 കിലോ മത്തി പിടിച്ച കാര്യമില്ല, 2 കിലോ സ്വർണം കൊടുത്തു. പക്ഷേ ഞാൻ പറയും മക്കളെ അത്രയൊന്നും തരില്ല. കാരണം അറിയോ, ഈ കുട്ടികൾ കുറച്ചു കാലം ജീവിക്കുന്ന ഒരു കാരണമുണ്ട്. എന്താ കാരണം അറിയോ? ഈ കൂടുതൽ സ്വർണം കൊടുത്താൽ വീടിന്റെ വെട്ടൂരിൽ പാമ്പൊക്കെ വരില്ലേ? പണ്ട് ഗ്യാസ് കൊണ്ടിട്ടാണെങ്കിൽ ഇപ്പൊ പാമ്പിന്റെ രൂപത്തിലാണ്. എങ്ങനെയാണ് ശരിയാക്കാൻ അറിയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മൈലേജിലൂടെ നിങ്ങൾക്ക് 2 ആൾക്കും 2,10,000 ഇടുന്ന ID ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ പക്ഷേ നിങ്ങളോട് പറഞ്ഞു, കെട്ടാൻ പോകുന്ന പയ്യനാ നോമിനി വെക്കത്തില്ല കേട്ടോ. ഒന്ന് എന്റെ ഭാര്യയെ, ഒന്ന് ഞാൻ. കാരണം അഥവാ നോമിനി ആയാലും പാമ്പ് വന്നിട്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് വിശ്വാസമുള്ള സമയത്ത് നമ്മൾക്ക് അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അപ്പൊ 2 കുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്നത് 50 ലക്ഷം, 3 കാര്യത്തിലോട്ട് 1.5 കോടി രൂപ. ഓർമ്മ വേണം കേട്ടോ. പക്ഷേ അടുത്ത പറഞ്ഞല്ലോ, നിലവിലുള്ള അസുഖത്തിന്റെ ഒരു മോചനം. ഇപ്പോൾ അവസ്ഥ നമ്മൾക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? നമ്മളെല്ലാം ഒന്ന് ടച്ച് ചെയ്താൽ ഇവിടെ 90% ആളുകൾ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ഇത് നമ്മൾ ശരിക്കും കൂടെ ഹോസ്പിറ്റലിൽ കൂടെ പറയാൻ വെക്കേണ്ടി വരും. ശരിയാണോ? യെസ്. അപ്പം നിലവിലുള്ള ഒരു അസുഖത്തിന് മോചനം ആരാണ് ആഗ്രഹിക്കുന്നത്? കാശില്ലാത്തത് കൊണ്ടാ. അതേപോലെ തന്നെ അടുത്തറിയോ, കടങ്ങളൊന്നുമില്ല, 5 പൈസ ആരും കൊടുക്കാനില്ല. ആരും ഫോൺ വിളിച്ചാലും നമ്മൾ അപ്പം തന്നെ ചാടിക്കേണ്ടി വരും. ഇപ്പൊ അറിയോ, ഇപ്പൊ നോക്കും ധാരാളം വിളിക്കുന്നത് ചിട്ടിന്റെ കാശിനാണോ, അല്ലെങ്കിൽ കുടുംബശ്രീന്റെ ആണോ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണോ വിളിക്കുന്നത്, ലോണിന്റെ ആണോ, ഏതാണെന്ന് വിളിയെന്ന് അറിയത്തില്ല. ശരിയല്ലേ? അതുകൊണ്ടൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഫോൺ എടുക്കുന്നത്. പക്ഷേ ഒരു കടമില്ലാതെ ഒരു 500ന്റെ നോട്ടെടുത്ത് നമ്മളെ പോക്കറ്റ് വെച്ചിട്ട് ഒന്ന് മനസ്സാണ് കടന്നുറങ്ങാൻ പറ്റുന്ന അവസ്ഥ ആരാണ് ആഗ്രഹിക്കുന്നത്? ശരിയല്ലേ? യെസ്. അപ്പം ഇനി അടുത്തൊരു കാര്യം നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ഫാമിലീസിനെ കാണിക്കും. ഫാമിലീസ് അല്ല, ഇത് ഫാമിലിയാണ്. ഭാര്യ ഭർത്താവ്, അത്യാവശ്യം കാശുണ്ട്, കണ്ടൊക്കെ അറിയാലേ, അവരൊക്കെ നല്ല ഹാപ്പിയാണ്. പക്ഷേ ഇത് വൃദ്ധസദനത്തിന്റെ ഒരു ഫോട്ടോ ആണ്. കാരണം കാശ് നമ്മൾ ഉണ്ടാക്കണം. കാശ് ഉണ്ടെങ്കിൽ ഒന്നിനും കുളത്തിന്റെ നമ്മളെ. ഇനി മിക്ക രക്ഷിതാക്കളെയും പല ആൾക്കാരും വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളുന്നുണ്ട്. അതിന് 2 കാരണമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്. ഒന്ന്, കുട്ടികൾ പഠിക്കുമ്പോ കുട്ടികൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വരുമാനമുള്ള മേഖലയിലാണോ അതിന്റെ കോഴ്സാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ? അത് സർക്കാരിന്റെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ആ കുട്ടികൾക്ക് കിട്ടുന്ന വരുമാനം, അവർ പ്രായപൂർത്തിയെത്തി, ഒരു ആൺകുട്ടിയാണെങ്കിൽ കിട്ടുന്ന കാശും കൊണ്ട് അത്യാവശ്യം ജീവിച്ചു പോകും. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ആ പെണ്ണിന്റെ കൈ നമ്മുടെ കയ്യിൽ വെക്കൂലേ? എന്നിട്ട് ഇതിനെ തീറ്റി പോറ്റി കൊള്ളാൻ പറ്റില്ല നമുക്ക് തരുന്നത്. കാരണം ആ പെണ്ണിന്റെ അച്ഛൻ പറയും, മോനെ ഇത്രയും ഒരു 10-20 വർഷം ഞാൻ നോക്കിയതാണെങ്കിൽ കുറച്ച് നീ കൊണ്ട് അനുഭവിക്കുന്നു പറയും. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ അതിനെ തീറ്റി പോയിട്ടേ അപ്പൊ നമ്മൾ ചെലവ് കൂടിയില്ലേ?
അപ്പൊ എന്തായാലും സ്നേഹപരമായിട്ടാണെങ്കിൽ എന്തായാലും ഒരു കുട്ടി ജനിച്ചു, ചെലവ് കൂടി. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമത്തെ കുട്ടി ജനിച്ചു, അപ്പോഴും ചെലവ് കൂടി. അപ്പോഴാണ് നമ്മൾ അപ്പനും അമ്മയും പ്രായമാകുന്നത്, അപ്പോഴും ചെലവ് കൂടി അല്ലേ? അവരെ വരുമാനം നിന്നു, പക്ഷെ അവരെ ചെലവ് കൂടി. ചെലവ് 4 ഇരട്ടി വർദ്ധിച്ചു. നമ്മളെ വരുമാനം വർദ്ധിക്കോ? ചെയ്യുന്ന മേഖല വരുമാനം വർദ്ധിക്കോ? ഇല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ഒരു കിലോ മത്തിക്ക് 440 രൂപ. ഞമ്മളെ ഒരു കട്ടി കയറുന്നു, ഓക്കെ, നല്ല ഫ്രൈ ആക്കി അടിക്കുന്ന നല്ല സുഖമാണല്ലോ. പക്ഷേ വില ചോദിച്ചപ്പോ അറിയോ, എന്റെ പീസ് അപ്ലൈ പോയി. നിങ്ങൾ ആലോചിക്കുക, 440. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെലവ് കൂടുതലാണെങ്കിൽ വരുമാനം വർദ്ധിക്കാറുണ്ടോ? ഇത് നമ്മുടെ ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ സമയത്താണ് നമ്മൾക്ക് രക്ഷിതാക്കളെ നോക്കാൻ സാധിക്കാതെ പല ആൾക്കാരും വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുവിടുന്നു. നമ്മളെങ്ങനെ വളർത്തിയതാ? നമ്മൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം എല്ലാം തന്നു. ആ തന്നതിന് ശേഷം നമ്മൾ വളർത്തി വലുതാക്കി. അതിനുശേഷമാണ് അവര് പ്രായമാകുന്നത്. കാരണം അവർക്ക് പണ്ടത്തെ പോലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് പണ്ടത്തെ പോലെ ആരോഗ്യമില്ല. ആ സമയത്ത് പ്രായമാകുമ്പോൾ അവരെ വൃദ്ധസ്ഥാനത്തിലാണോ കൊണ്ടുപോകേണ്ടത്? ആണോ? അല്ല, അവരെ കെയർ ചെയ്യണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു ചെരുപ്പ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ ചെരുപ്പ് നമ്മളെ കാലിലേക്കും വലുതാണെങ്കിൽ നമുക്ക് വേണ്ടി വന്നാൽ ചെരുപ്പ് മുറിക്കാൻ പറ്റും അല്ലേ? ശരിയല്ലേ? ചെരുപ്പ് ചെറുതായിട്ട് കാല് മുറിക്കാൻ പറ്റൂ? ഇല്ല. അതേപോലെ രക്ഷിതാക്കൾ വരുമ്പോൾ നമ്മൾ ചെലവ് കൂടി കഴിഞ്ഞാൽ രക്ഷിതാക്കളെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കലല്ല ചെയ്യേണ്ടത്, നമ്മളെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നാളെ നമ്മൾ പ്രായമാവും, ശരിയല്ലേ? അപ്പൊ അതിനാണ് പറഞ്ഞത്, ഇത് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ ഇതെന്റെ എല്ലാ കുടുംബത്തിനെയും മേൽക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നു, ഇത് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നു, അത്യാവശ്യം ചാരിറ്റി ചെയ്യാൻ സാധിക്കുന്നു. കോഴിക്കോട് തെരുവ് എന്ന സംഘടനയിൽ, തണൽ എന്ന സംഘടനയൊക്കെ അത്യാവശ്യം എന്തെങ്കിലും സഹായിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള ചില കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു. അത് ഈ കമ്പനിയിൽ വന്നതുകൊണ്ടാണ്. മറ്റുള്ള മേഖലകളിൽ ഞാൻ ഡ്രൈവറാണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ കമ്പനിയാണെന്ന് പറയാൻ കാരണം. ഇനി ഞാൻ നേരത്തെ 1.5 കോടി കണക്ക് പറഞ്ഞല്ലേ, വീട് വെക്കാൻ 50 ലക്ഷം, കുട്ടികളെ പഠിപ്പിക്കാൻ 50 ലക്ഷം, അതേപോലെ തന്നെ കുട്ടികളെ കെട്ടിച്ചു വിടാൻ 50 ലക്ഷം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഉണ്ടാക്കുന്നത് നോക്കി. ഒരു ദിവസം 1000 രൂപ, ഞാൻ ഡ്രൈവർ പണിക്കാർക്ക് 1000 രൂപ ഉണ്ടാക്കാം, ഉറപ്പാണ്. അങ്ങനെ 6 ദിവസത്തിൽ 6000 രൂപ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 4 ആഴ്ച 24,000 ഉണ്ടാക്കാം. കൂടെ 1000 കൂടി കൂട്ടി വെച്ചു 25,000. 25,000 ഇൻറ്റു 12 വർഷം 3 ലക്ഷം രൂപ. അതായത് ഒരു വർഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 3 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ 20 വർഷം ജോലി ചെയ്താൽ 60 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ എത്ര കാശ് പറഞ്ഞത്? വേണ്ടത് 1.5 കോടി ഉണ്ടാക്കാൻ സാധിച്ചില്ല, 60 ലക്ഷം. ഇതൊരു ട്രെയിനിങ്ങിൽ ട്രെയിനർ പറഞ്ഞപ്പോ ഞാൻ 60 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുമോ? അന്നേരം അങ്ങനെ പറ്റില്ല. എന്താ, ഈ 60 ലക്ഷത്തിനെ ഡിവൈഡ് ബൈ 4 4ആക്കി ഭാഗിക്കണം. 4ആക്കി ഭാഗിച്ചാൽ അതിൽ ഒരു ഭാഗത്തിന് 15 ലക്ഷം എന്ന് പറയും, 3 ഭാഗം നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിരിക്കും, ചെലവായിരിക്കും എന്ന് പറയും. ഇനി ഇതിന്റെ ആലോചിച്ച് മതി, എത്രയൊക്കെ സേവിങ്സ് ഉണ്ട്, എത്രയൊക്കെ ബാങ്കിൽ നമ്മുടെ പൈസ ഡെപ്പോസിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ വരുമാനമാണ് കൂടുതൽ, ചെലവാണെന്ന് ചോദിച്ചാൽ ചെലവാണ് കൂടുതൽ. ശരിയാണോ? ശരിയല്ലേ? അപ്പൊ ഈ കാശ് അവിടെ കാണുന്നില്ല. പക്ഷെ 3 കാര്യം ഒഴിവാക്കാൻ പറ്റുമോ? വീട് ഒഴിവാക്കാൻ പറ്റുമോ? കുട്ടികളെ വിദ്യാഭ്യാസം ഒഴിവാക്കാൻ പറ്റുമോ? കുട്ടികളെ കെട്ടിച്ചു വിടാൻ ഒഴിവാക്കാൻ പറ്റുമോ? കാരണം എല്ലാവർക്കും ഇതേപോലെ ആരെങ്കിലും കൂട്ടി ഓടിക്കളിയില്ലല്ലോ. ഓടിക്കളിയോ? നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾക്ക് സാമാന്യമായ ബുദ്ധി, നമുക്ക് ചോറുന്നതിന് ബുദ്ധി മതി. നമ്മൾക്ക് കിട്ടുന്ന വരുമാനം എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവിടെയാണ് ഈ മനുഷ്യന്റെ കമ്പനി ഒരുപാട് വേറിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക, വലിയ ബിസിനസ്സുകാരൊക്കെ കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ ടിക്ടോക്കിന്റെ പരസ്യമില്ല കേട്ടോ, അയാൾ എനിക്ക് ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഇയാൾ ഫർണിച്ചർ നിർമ്മിച്ച് വിറ്റ സമയത്ത് അയാൾ കോടീശ്വരനായി. വാങ്ങിച്ചിരുന്ന നമ്മുടെ അവസ്ഥ എന്താ? അല്ലെങ്കിൽ കട്ടിലുമായി ഒന്ന് കടന്നു നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ കോടീശ്വരനായോ? ഇല്ല. അപ്പൊ വിറ്റനാണ് രക്ഷപ്പെട്ടത്. ഇത് മലബാർ ഗോൾഡോ ചെമ്മണ്ണൂറോ ആലുക്കോ സ്വാരോ ആവട്ടെ, സ്വർണം നിർമ്മിച്ച് വിറ്റപ്പോൾ അവർ കോടീശ്വരനായി. പക്ഷേ വാങ്ങി സുഖിച്ച് നമ്മുടെ അവസ്ഥ എന്താ? ഇപ്പൊ ഈ സാധനം എവിടെയുണ്ട്? ആരോ ഒരാൾ പറഞ്ഞില്ല, ഇപ്പൊ താക്കോൽ എവിടെയുണ്ട് ചോദിച്ചില്ലേ? ഇത് പറഞ്ഞ ഈ സ്വർണ്ണം ഇപ്പൊ എവിടെയാ? നല്ല പരസ്യം നമ്മൾ കേട്ടത്, രാവിലെ തൊട്ട് ഉച്ച വരെ, വൈകുന്നേരം വരെ, ഏകദേശം ഉച്ച വരെ ജ്വല്ലറിയുടെ പരസ്യമാണ്. മലബാറിലടക്കം നല്ല ജ്വല്ലറിയുടെ പരസ്യം. ഇത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം നല്ല ഉള്ള കാശൊക്കെ ഒരു സ്വർണം വായിച്ചു. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ ആ വാർത്തയുടെ സമയത്ത് ഒരു പരസ്യം, മോഹൻലാലാണ് പറഞ്ഞത്, വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തെണ്ടി നടക്കും. ആ ബിസിനസ് കൂടി പണയം വെച്ചു. ശരിയാണോ? അടുത്ത മാസം ഒരു മാസം ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചിരുന്നു. ഞാൻ ഈ ഒരു കലാപരിപാടി കുറെ ചെയ്താണ്. വൈകിട്ട് ഞാൻ വല്ലപ്പോഴും ഷെയ്ക്കിന് കൊടുക്കും.
ഷെയ്ക്കിന് കൊണ്ട് കൈ വെക്കുന്നത് അവളെ ഒരു വേല. കാരണം രണ്ടുപേരും ഇങ്ങനെ വെച്ചിട്ട് ഷെയ്ക്കിന് കൊടുക്കുന്നത് ആ വള എന്റെ കയ്യിലേക്ക് വരും. അവൾ അപ്പൊ വരും, അപ്പൊ ഇത് വരും. അടുത്ത മാസം ഒരു മാസം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു വരും. ഇങ്ങനെ എത്ര മാസം കഴിയും? ഹലോ, അപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതലാ. അങ്ങനെയാണെങ്കിൽ യൂസഫ് സാധനം വാങ്ങിച്ച് വിറ്റപ്പോൾ കോടീശ്വരനായി. നമ്മൾ കോടീശ്വരനായോ? ഇല്ല. അപ്പൊ വാങ്ങിച്ച് വിറ്റവൻ കോടീശ്വരനാവും, ഉപയോഗിച്ചവൻ കോടീശ്വരനാവില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, വാങ്ങിച്ചു ഉപയോഗിച്ചാലും നല്ലത്, അത് കൊടുത്താലും നല്ല ലെവലിലേക്ക് എത്തുന്ന ഒരു കമ്പനിയാണ് മൈലേജിന്റെ കമ്പനി. ആ കമ്പനിയാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. ഇനി മിക്ക ആൾക്കാരും ഞാൻ ഈ ബിസിനസ് പല ആൾക്കാർ പറയും, അയ്യോ നീ ഇതിനെ കൂടെ നിന്നു, നിന്റെ കൂടെ ചേരണ്ടേ? അവര് നിന്റെ കൂടെ ചേർന്നു, അപ്പൊ ഇങ്ങനെ ചെയ്യിച്ചതല്ലേ, ഇത് പണി ചെയ്തല്ലേ? അപ്പോഴാണ് ഞാൻ പഠിക്കുന്നത് പണി ചെയ്തോ? അതെന്താ പരിപാടി? ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ദുലേഖയുടെ ഹെയർ ഓയിൽ 100 മില്ലിഗ്രാം 510 രൂപ MRP. ഇപ്പൊ കുറച്ച് കൂടുതലാണ്, ഇത് പഴയ സ്ലൈഡാണ്. ഈ സാധനം ഹോൾസെയിൽ ഷോപ്പിൽ ആ ഷോപ്പുകാർ വാങ്ങിച്ചപ്പോ 490 കിട്ടിക്കാണും. അയാൾ 510 വിറ്റാൽ 20 രൂപ ലാഭം കിട്ടും. ഇതിന് ടിവിയിൽ പരസ്യമുണ്ട് അല്ലേ? പരസ്യമില്ലേ? ഈ മാർക്കറ്റ് പറയുന്നത് കച്ചവടം എന്നാ ആണല്ലേ? അല്ലാണ്ട് ആളെ ചേർത്തതോ മണീശ്വരനല്ലോ അല്ല, ഇത് കച്ചവടമാ. അങ്ങനെയാണെങ്കിൽ ഇതാ സെൻസറിന്റെ പേസ്റ്റ് ആക്കണം, ഇത് വാങ്ങിച്ച് വിറ്റാൽ കച്ചവടമല്ലേ? എങ്ങനത്തെ പരസ്യം നമ്മൾ കാണാറുണ്ട്? പരസ്യം ഞാൻ ഇപ്പൊ പറയണില്ല, കാരണം പരസ്യം പറഞ്ഞാൽ നമുക്കതിന് വലിയ എന്താ പറയാ, നമുക്കിതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾ അടുത്തൊരു സാധനം നോക്കിയേ, ഇന്ദുലേഖ. നമ്മളെ കൽപ്പറ്റയിലെ ചാത്തുവട്ടൻ മമ്മൂട്ടിയുടെ വാക്ക് കേട്ടു, ടിവി പറയാം, ഏറ്റവും നല്ലത് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ് എന്ന് പറഞ്ഞതാ. കൽപ്പറ്റയിലെ ആദിവാസി സഹോദരൻ ചാത്തുവട്ടൻ ഈ സോപ്പ് വാങ്ങിച്ച് ഉപയോഗിച്ചു, മമ്മൂട്ടിയുടെ വിശ്വസിച്ച് ഒരു വർഷം വാങ്ങിച്ച് ഉപയോഗിച്ചു. അയാൾ വെളുത്തിട്ടില്ല, അയാളുടെ കുടുംബം വെളുത്തുപോയി, വേറെ കുറെ കാശം കൊണ്ടുപോയി. ലാസ്റ്റ് മമ്മൂട്ടി കേസ് കൊടുത്തു വിട്ടു. കൽപ്പറ്റ കോടതിയിൽ മമ്മൂട്ടി വന്നു. അങ്ങനെ ലാസ്റ്റ് കോംപ്രമൈസ് ജഡ്ജി നിങ്ങൾ പുറമെ നിന്ന് പറഞ്ഞ് കൊടുത്ത് ഒഴിവാക്കി. അങ്ങനെ ഒരു 10-30,000 രൂപ കൊടുത്ത് കേസ് ഒഴിവാക്കി. പക്ഷേ ഇവിടെ ഈ ഒരു മാർക്കറ്റിംഗ് രീതിക്കും എന്താ പറയുന്നത്? കച്ചവടം എന്നാ അല്ലേ? ബിസിനസ് എന്നല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഹാർപ്പിക്ക് വിറ്റാലും കച്ചവടമാ, ഡ്രസ് വിറ്റാലും കച്ചവടമാ, പലചരക്ക് സാധനം വിറ്റാലും, പച്ചക്കറി വിറ്റാലും, ഫ്രൂട്ട്സ് വിറ്റാലും, വെള്ളം വിറ്റാലും എല്ലാം കച്ചവടമാ. ആണല്ലേ? അല്ല, ആളെ ചേർത്തതല്ലോ. നമ്മൾ 2 അരിമണിക്ക് പോയി, അപ്പൊ പറയാ അയാളെന്നെ ചേർത്തു, അങ്ങനെ പറയാൻ പറ്റൂ? അയാളെന്നെ കുടുക്കി, അങ്ങനെ പറയാൻ പറ്റൂ? ഇല്ല. കാശ് കൊടുത്തപ്പോ സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാശ് കൊടുത്താലേ സാധനം കിട്ടുള്ളൂ. ഇവിടെ നമ്മളെ കേരളമാണ് 100 മില്ലി ഇന്ദുലേഖയ്ക്ക് 510 രൂപ വിലയുണ്ടെങ്കിൽ 200 മില്ലി ഡബിൾ എണ്ണ കേട്ടോ, 200 മില്ലി 484 രൂപ MRP റേറ്റ്. ഓക്കെ. പക്ഷെ ഇവിടെ ലൈസൻസിലേക്ക് 358 രൂപ കിട്ടും. ഇപ്പൊ GST ചെറിയൊരു കുറവ് കൂടി വന്നിട്ടാവും അല്ലേ? ഇല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇന്ദുലേഖ 200 മില്ലിക്ക് 1020 രൂപ കൊടുക്കണം. ആ സമയത്ത് എത്ര കൊടുത്താൽ മതി? 358 രൂപ കൊടുത്താൽ മതി. ഇത് ഒരുപാടാണ് ഉണ്ടാക്കുന്നത്. ഹലോ, സത്യത്തിൽ ആരാണ് നീതി ചെയ്യുന്നത്? അപ്പൊ ഇന്ദുലേഖ ബിസിനസ് ആണെങ്കിൽ ഇത് ബിസിനസ് അല്ലേ? അല്ലേ? പുതിയ ആളോട് ചോദ്യം ശരിയല്ലേ? സമ്മതിക്കുന്നു? യെസ്. ഓക്കെ, ഇത് ബിസിനസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ടൂത്ത് പേസ്റ്റ് ആണ്. ഈ ടൂത്ത് പേസ്റ്റ് ഇതേപോലെ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങള് സെൻസോഡിന്റെയോ ദന്തഗാന്ധി അല്ലെങ്കിൽ പിന്നെ സെൻസിറ്റീവ് ഒരുപാട് സാധനമുണ്ട്. അതൊക്കെ 150 ഗ്രാമിന് 300 സംതിങ് ഒക്കെയാണ് വില. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ 150 ഗ്രാമിന് വാണിജ്യ പേസ്റ്റിന് ഇതിന് 194 MRP റേറ്റ് കിട്ടും. ഇത് 143 കിട്ടും. അതിനെക്കാട്ട് കുറച്ചുകൂടി കുറവുണ്ടാവും. ഓക്കെ. അപ്പം എത്രയാ? 132 രൂപ അല്ലേ? 132 രൂപയ്ക്ക് ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി പേസ്റ്റ് എവിടെ കിട്ടും? അപ്പം മറ്റുള്ള പേസ്റ്റ് ബിസിനസ് ആണെങ്കിൽ ഇത് ബിസിനസ് അല്ലേ? ഇത് ബിസിനസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം സോപ്പ്, അതേപോലെ തന്നെ നമ്മൾക്ക് ടോയ്ലറ്റ് ക്ലീനർ, ഇത് വിൽക്കാൻ കാശല്ലേ? അല്ല, ബിസിനസ് അല്ലേ? ബിസിനസ് ആണ്. അതുകൊണ്ട് ആരും സംശയിക്കണ്ട, ഇത് ഡയറക്റ്റ് മേഖല, ഇത് പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ഒരു ബിസിനസ് മേഖലയാണ്. മറ്റുള്ളത് കോടീശ്വരന്റെ ബിസിനസ്സാണ്. കാരണം അവർക്ക് നമ്മൾ അധ്വാനിക്കുന്ന കാശ് അവരെ കീശയിൽ എത്തണമെങ്കിൽ അവരതിന് മോഡിഫൈ ചെയ്യണം, അതിന് പരസ്യം കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓരോ പരസ്യം എത്ര കാശ് കൊടുക്കണം? എന്തുകൊണ്ടാണ് സിനിമാ താരങ്ങളും സ്പോർട്സ് താരങ്ങളും ഇത്രയും കോടികൾ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ അവർ പരസ്യത്തിലൂടെയാണ്. അവരെ തീറ്റിപ്പോഴും അവർ വലിയ ലെവലിലേക്ക് എത്തിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മളെ പോലെ കൂലിപ്പണിക്കാരായിട്ടുള്ള നമ്മളാണ്. ആണല്ലേ? യെസ്. അപ്പം അതുകൊണ്ടാണ് ഇത് ബിസിനസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത് ചെയ്താൽ കിട്ടിയ സാധനങ്ങൾ ഞാൻ പറഞ്ഞോ, എല്ലാ ആഴ്ചയും 210 കിട്ടും. ഞാൻ കമ്പനി തുടങ്ങിയിട്ട്
162ാമത്തെ വീക്ക്, ഇപ്പൊ 600 സംതിങ് ആണല്ലേ. 162ാമത്തെ വീക്കിൽ ഞാൻ കേരളത്തിൽ മാത്രം ബിസിനസ് ചെയ്ത് കേരളത്തിലെ ഫസ്റ്റ് സ്വീകരിച്ചു വിടാൻ സാധിച്ചു. കേരളത്തിൽ മാത്രം ബിസിനസ് ചെയ്താണ്. അല്ലാണ്ട് എന്റെ അപ്പളേലും ഒരുപാട് ലീഡേഴ്സും മുന്നേ എന്നെക്കാളും മുന്നേ തുടക്കം മുതലേ സ്വീകരിച്ചു വേണം. പക്ഷെ കേരളത്തിൽ മാത്രമേ എന്റെ ടീമുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ബിസിനസ് ചെയ്ത് ഞാൻ പറയുന്ന കാരണം. ഇവിടെ കോവിഡ് സമയത്താണ് എനിക്ക് ഏറ്റവും വലിയ ഇൻകം. എല്ലാ ആഴ്ചകളിലും ലക്ഷപ്പത്തായിരം കിട്ടും, മാസത്തിൽ കിട്ടും 8,40,000. അത് 6 തരം വരുമാനത്തിൽ 1 തരം വരുമാനം മാത്രമാണ് സെയിൽസ് ഓണർ ബോണസ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് മാസത്തെ 8,40,000. അങ്ങനെ കിട്ടുന്ന 2 ഐഡിയ എനിക്കുണ്ട് കേട്ടോ. ഹലോ, അങ്ങനെയുള്ള വീക്ക് നമ്പർ മാറുമ്പോൾ നമ്മൾ വരുമാനത്തിന് മാറുന്ന കാണാം. ഇത് കൂടാതെ ആ വരുമാനം കൂടാതെ മാസത്തിലുള്ള വേറെ വരുമാനമാണ് റാങ്കിങ്. 10,65,000, 8,55,000, 2,69,000, 15,19,000. ഇതൊക്കെ മാസത്തിൽ വേറെ വരുമാനോ. 17,68,000. അവൻ അതിനോട് 8,40,000 കൂടി എത്രയാവും? 20 ലക്ഷം ആയില്ലേ? ഇല്ലേ? എന്നാൽ മറ്റുള്ളവരുടെ ഐഡിയ കൂടി കാശ് കൂട്ടിയാലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതൊരു വെള്ളിയാഴ്ച ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ ആ ആഴ്ച 2,10,000, ആ ആഴ്ച 15,29,000. ഇതൊക്കെ ആ വെള്ളിയാഴ്ച മാത്രമേ ഇങ്ങുക. കാരണം ഇങ്ങനെ ആവുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ചെയ്യുന്നത്, കുറച്ചും കൂടി സ്പീഡ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ഇതങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കാൻ സാധിച്ചു. 2022 കോവിഡ് ശക്തമായി നിന്ന് പുറത്തേക്ക് പോയി നിൽക്കുന്ന സമയം ആണല്ലേ. എല്ലാവരും വരുമാനം താഴോട്ട് പോയി, നമ്മുടെ വരുമാനം മുകളിലോട്ട് പോയി. കാരണം 2022 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 മാസം എന്റെ വരുമാനമാണ് കഴിക്കുന്നത്. ഏപ്രിൽ മാത്രം 20,34,000, മെയ്യില് 16,18,000, ജൂണില് 15,61,000, അതേപോലെ ജൂലൈയിലാണ് 32,45,000, ഓഗസ്റ്റില് 19,38,000. ഞാൻ ഏറ്റവും ടോപ്പ് 36 ലക്ഷമൊക്കെ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട് ഒരു മാസം. അപ്പൊ ഇത് GST പേപ്പറാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന് 1,83,000, 1,45, 1,40, 2,92, 1,74, 9 ലക്ഷത്തിന് മേലെ കേരള സർക്കാരും, അതേപോലെ 9 ലക്ഷം മേലെ എന്റെ വരുമാനത്തിന്റെ GST പ്രൊഡക്റ്റ് GST കേട്ടോ. എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ GST ഇത്ര ഏകദേശം 19 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ 4 മാസം. ഓക്കെ, പക്ഷെ ഇവിടെ കണ്ടോ, ഇത് IT-യുടെ പേപ്പറാ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഫോം 16A. ഇപ്പൊ TDS-ലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫോം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ മൈനസ് കമ്പനിയാണ് വരുന്നത്. ആയിരക്കണ വരുമാനം സോമകുമാർ. എന്റെ പാൻ കാർഡ് നമ്പർ ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ 74 ലക്ഷത്തി സംതിങ് ആണ് വരുമാനം. അതായത് TDS-ഉം GST-യും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 മാസം കൊണ്ട് 1 കോടിയൊക്കെ വരുമാനം കിട്ടും. ടാക്സ് എല്ലാം കഴിഞ്ഞു. നല്ലതല്ലേ? അല്ലേ? അപ്പം ഇതില് എനിക്ക് നിങ്ങളോട് പറയാനില്ല, ഇങ്ങനെ കാശൊക്കെ കിട്ടിയപ്പോ ആദ്യം ചെറിയൊരു കാശ് കിട്ടിയപ്പോ വാങ്ങിച്ച മൊബൈലാണ് കേട്ടോ. ഈ വാങ്ങിക്കുന്ന സമയത്ത് മൊബൈലിന്റെ മോഡൽ ഔട്ടായി. എന്നാൽ ഞാൻ തെരഞ്ഞു പിടിച്ച ഒരു ഷോപ്പേരോട് പറഞ്ഞപ്പോ അവൻ തലശ്ശേരി മൗലവി സ്റ്റോർസ് എന്നൊരു സാധനം സെറ്റ് ആയി തന്നു. കാരണം എന്റെ കൂടുതൽ ലീഡറൊക്കെ കണ്ടപ്പോ എനിക്ക് അവര് സന്തോഷം തോന്നിയായി, മൊബൈൽ വേണം. അങ്ങനെ ആദ്യമായി ചെറിയ വരുമാനം എടുക്കുമ്പോൾ വാങ്ങിച്ചതാണ്. ആദ്യമായി വാങ്ങിച്ച കാറാണ് കിട്ടുന്നത്. നെറ്റ്വർക്ക് മാർക്കിലൂടെ വന്നിട്ട് അതിന് മുന്നേ ലോറികൾ നേരിലേക്ക് അത് വേറെ കാര്യം. പക്ഷെ ലോറികളെല്ലാം വിറ്റ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ലോറികൾ വിൽക്കാൻ കാരണം ഇതിന്റെ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. എന്നെ വേക്കോട്ട് വലിക്കുന്നത് എന്റെ വണ്ടിയായിരിക്കും. അങ്ങനെ വണ്ടി വിൽക്കാൻ തീരുമാനിച്ചു. സൂപ്പർ പരിപാടിയെ ഞാൻ ചെയ്യാൻ പോകാം, നീ എന്നെ സപ്പോർട്ട് ചെയ്യണം. നീ എന്നെ സപ്പോർട്ട് തന്നെയാണ് ഡൈവേഴ്സ് ചെയ്ത് കളയും. ഇതാണ് അവർക്ക് കൊടുത്ത ആദ്യത്തെ വാക്ക്. അപ്പൊ തന്നെ അവളെ മുഖം ഡിമ്മായി. നിങ്ങൾ ചിരിയല്ലേ വന്നതല്ലേ? ആളെ മുഖം ഡിമ്മായി. ഞാൻ റെഡി, കുഴപ്പമില്ല, ഞാൻ ഇതിനോട് വലിയ കാശ് കാണാം, വലിയ ദിനം തന്നെ കെട്ടിക്കൊള്ളാം. കാരണം ഈ വേറെ പോകാതെ ഓക്കെ. നിങ്ങൾ ഇത് ഡൈവേഴ്സ് ചെയ്ത് നിൽക്കണ്ട കേട്ടോ. ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ നോക്ക്. അപ്പൊ ഡൈവേഴ്സ് ചെയ്യാനൊന്നും നിൽക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം ടാക്സി ജീവിതക്കാരാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അങ്ങനെയാണ് രണ്ടാമത്തെ കാറാണ് ഫോർഡ് ഫിയസ്റ്റ. മൂന്നാമത്തെ കാറാണ് ഷെവർലെറ്റ് ക്രൂസ്. നാലാമത് ആ വണ്ടി കൂടി ഞാൻ എല്ലാവരും പോകുമ്പോൾ ഫാമിലി പോകാൻ വേണ്ടി ഒരു ഡെലിവറി വാങ്ങിച്ചു വെച്ചു. അതിനുശേഷം 2018 ഞാൻ ജാബ് 86 ജാബ് എടുക്കാൻ. അതിനുശേഷം ഒരു ഇന്നോവ കൃഷി എടുത്തു. ഇത് കോവിഡ് സമയത്ത് എടുത്തതാണ്. പിന്നെ ഒരു കാരൻ അങ്ങോട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവരുടെ വന്നിട്ട് മറ്റേ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടി എടുക്കാൻ സാധിച്ചു. ഇത് കോഴിക്കോട് മലയാളത്തിന്റെ ഓഫീസ്. ഇവിടെയുള്ള അൽതാഫ് സാറും മുതലായിട്ടുള്ള പല ലീഡേഴ്സും, ഇതേപോലെ മുന്നേ പല ലീഡേഴ്സും അവിടെ വന്നിട്ടുണ്ട്. ഇന്നേ ടീമൊന്നും അവിടെ ചോദ്യമില്ല കേട്ടോ.
ചെയ്യുന്ന വയലേഷനിലാണോ ആർക്കും സ്വാഗതം, ആർക്കും സ്വാഗതം. അപ്പൊ ഇന്നലെ ഓഫീസൊക്കെ 2 ഓഫീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം ഒരു ഓഫീസ് ഷോപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. വയനാട്ടിൽ ഒരു റിസോർട്ട് പണിയാൻ വേണ്ടി ഒരു പ്രോപ്പർട്ടി എടുത്തു. അപ്പം അതേപോലെ തന്നെ ഒരു 2.5 കോടിയുടെ ഒരു ഫ്ലാറ്റ് വെച്ചു. 3104 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു ഡ്യൂപ്ലക്സ് ആയിട്ട് വയനാടത്തും നേരെ ഒരുമിച്ചിട്ട് ചെയ്തതാണ്. 1 ലക്ഷം ഫ്ലാറ്റ് എടുക്കാൻ സാധിച്ചു. സമയമില്ലാതെ നമ്മൾ കാണിക്കുന്നില്ല. ഇത് ഇന്ത്യയിലെ ഏകദേശം 650-ന് മുകളില് ഔട്ട്ലെറ്റ് കമ്പനിക്കുണ്ട് അല്ലേ. ഇന്ത്യയിലെ നമ്പർ 1 ഔട്ട്ലെറ്റ് കമ്പനി തിരഞ്ഞെടുത്താണ് കണ്ണൂർ എയർപോർട്ടിനടുത്തുള്ള ഔട്ട്ലെറ്റ്. ഇത് എന്നതാണ് കേട്ടോ. SS അസോസിയേറ്റ് പേര്, എന്റെ പേര് സോമകുമാർ, വൈഫ് പേര് സ്മിത, അവിടെ SS അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഒരു മാസം 2 കോടി 3 കോടി ടേൺ ഓവർ കിട്ടും. അതിന്റെ കാശ് വേറെ കിട്ടും. കാരണം ഭയങ്കര കഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്ത് പോണ്ടേ. ഇത് ബൈക്കിന് വാങ്ങിച്ചോട്ട് വണ്ടികൾ കിട്ടും. ആള് പല സ്ഥലത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കരുത്തുമായി ആള് മസാജ് ചെയ്ത് തരും. എന്നോട് പറഞ്ഞേ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപോലെ കുറെ വണ്ടി ഞാൻ ഒരു കാര്യം ഇനി ഡ്രൈവിംഗ് പഠിക്കും. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് ഞാൻ പിന്നെ മോട്ടിവേഷൻ വാക്കും ഒരു 60 വർഷം ഒരു വാക്കും പറഞ്ഞു. നീ പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ നിനക്കൊരു കാർ എടുത്ത് ആള് വാശി പോയി പഠിച്ചു. ആള് ലൈസൻസ് കിട്ടിയ പോത്തുകൊണ്ട് കൊണ്ടനാ ഞാൻ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പ് സാധനം ചെയ്തോണ്ടിരിക്കുക. എന്താണ് നീ കളിക്കുന്ന പറഞ്ഞു. ഇത് കണ്ടോ ലൈസൻസ് കിട്ടി, കാർ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു നിനക്ക് ഏത് കാർ പോകണം, 800 വേണോ, 8 വേണോ? അതൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ മതി. എനിക്ക് മിനി കൂപ്പർ വേണം. ഞാൻ 2 ലക്ഷം നോക്കി മിനി കൂപ്പറിന്റെ കാശ് തരാ 35-40 ലക്ഷം കാണിച്ചു. അപ്പോഴാണ് ഒരു വണ്ടി ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പിലെ വണ്ടി 100 വണ്ടിയാണ് വേൾഡിൽ ഇറങ്ങിയുള്ള ഒരു വണ്ടിയാണ്. 4 വണ്ടി കേരളത്തിൽ, അതിൽ 2 വണ്ടി കോഴിക്കോടാ, അതിൽ 1 വണ്ടിയാണ് 68 ലക്ഷം മിനി കൂപ്പർ. അപ്പൊ നമ്മളെ പോലെ മമ്മൂട്ടി കോട്ടയം കുഞ്ഞിന്റെ സിനിമയില് പിന്നെ അടിച്ചിട്ട് ഒപ്പിടാൻ പോണത്. അപ്പൊ ഒരാൾ കച്ചറ എന്തായാലും ഒപ്പിടാൻ പോകുന്നത് വൃത്തി പിന്നെ അടിച്ചാണ് പോകുന്നത് അല്ലേ. അപ്പൊ എന്തായാലും കൊടുക്കും, ഇതങ്ങൾ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി പുതിയ മറ്റേ ജാഗ്രത വണ്ടി പുതിയ ജാഗ്രത എടുത്തു. ആ ജാഗ്രത നേരെ താഴെ കിടപ്പുണ്ട്. അപ്പൊ ഈ വണ്ടി ഇപ്പൊ ഇത്തരം വണ്ടി എപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ വരാൻ പോകുന്ന വണ്ടിയാണ് പക്ഷേ ഇതിന് ഞാൻ ഇപ്പൊ ഒരു മാറ്റങ്ങൾ വരുത്തി. എന്ന് ഞാൻ കമ്പനിയുടെ ഡയമണ്ട് ആവുന്നുണ്ടോ ആ ഡയമണ്ട് ആകുന്ന ദിവസം ഞാൻ ഈ വണ്ടി ലഭിക്കാം. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് വണ്ടി മാറ്റണ്ടേ? നിങ്ങൾ പുതിയ ഒന്നും തോന്നരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത് തള്ളുന്നതല്ല. എന്റെ ഒരു കാര്യം കൂടി എനിക്ക് ഞാൻ പറയാം. എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളും ഇതേപോലെ ചെയ്താൽ നാളെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ. വേറെ തോന്നരുത് കേട്ടോ. ഓക്കെ, എന്നാൽ ഒരു VW എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. റേഞ്ച് റോവറിന്റെ സ്പോർട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. വില ചോദിച്ചപ്പോ 1,95,00,000 മുതൽ 12 ലക്ഷം രൂപ ഇപ്പോൾ GST കുറവുണ്ട്. 1,83. ഹലോ, എടുക്കണ്ടേ? കഴിഞ്ഞ ദിവസം ഞങ്ങള് ഗോവയിൽ ഒരു ട്രിപ്പ് പോയി. ഒരു എന്റെ കാരൻ എടുത്തില്ല, വേറെ കുറച്ച് കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് ഒരു 34 സീറ്റിന്റെ വണ്ടി എടുത്തിട്ടാണ് പോയത്. ഭയങ്കര ബോഡി പെയിൻ. അപ്പൊ ഞാൻ കാര്യം തീരുമാനിച്ചു, ഇനി ട്രിപ്പ് പോകുമ്പോ വോൾവോ മൾട്ടി ആക്സിൽ വണ്ടിയിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും? നല്ലതല്ലേ? അത് നമ്മൾ സ്വന്തം വണ്ടിയാണല്ലോ, ഒന്നുകൂടെ നല്ലതല്ലേ? അപ്പൊ അങ്ങനെ ഒരു വോൾവോ എടുക്കണം, ഒരു 4-5 വോൾവോ എടുക്കണം. അത്യാവശ്യം അത് ഓടിച്ച് കുറച്ച് കാശ് കിട്ടൂലേ? ഞാൻ നേരത്തെ പറഞ്ഞു ടൈറ്റാണെന്ന് പറഞ്ഞില്ലേ. എന്തെങ്കിലും കാശ് ഉണ്ടാക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിലൂടെ വരുമാനങ്ങൾ വരുമ്പോൾ നിങ്ങൾ അസറ്റ് ക്രിയേഷൻ നടത്തണം. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നോക്കണം. നിങ്ങൾ എന്തെങ്കിലും അസറ്റ് ഉണ്ടാക്കണം. എനിക്ക് ഇവിടെ മാത്രമല്ല, പട്ടത്തൂർ എയർപോർട്ട് എടുക്കുന്ന സ്ഥലമുണ്ട്, പുത്തൂർ നിർമ്മലയിൽ കോളേജ് എടുക്കുന്ന സ്ഥലം എടുത്തിട്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ടോ? ഇത് കണ്ണൂർ എയർപോർട്ട് അടുത്ത് വരുന്ന ബിൽഡിംഗ് ആണ്. 24 ഷൂട്ടറും 600 കാര്യങ്ങൾ ഓഡിറ്റോറിയം. ഇതിപ്പോ തേക്കുള്ള ഒരു 10-4 കൊടുത്തേ അല്ലേ? 600 ആൾക്കാർ ഇരിക്കാൻ ഓഡിറ്റോറിയം ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെയാണ് നോക്കുന്നത്. ഇനി ഞാൻ കോളേജിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ചുക്കളി ഗവൺമെന്റ് കോളേജില് 120 കുട്ടികൾക്ക് 8 പ്രൊഫസർമായിരിക്കും. ഡയൻസ് മേഖലയെ കുറിച്ച് അതിന്റെ പ്രാക്ടിക്കൽ സെഷൻ കൊടുത്തു. ഇനി ഇതിൽ കൊടുക്കാൻ ഞാൻ അർഹനാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ 8ാം ക്ലാസ് കാക്കോട് പഠിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ 4ാം ക്ലാസ് പറഞ്ഞത് അല്ലേ? ഞാൻ 8ന്റെ കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു മസയിൽ പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് 4ാം ക്ലാസ്സുകാരൻ വന്നത് അല്ലേ? ഒരു യുദ്ധം നടക്കുമ്പോ എന്ന് പറയാനേ, ഒരു യുദ്ധത്തിൽ ഒരുപാട് മറ്റൊരു ടീമിൽ വെടിവെച്ചു. ഒരുപാട് പേരെ കാലും കൈയും എല്ലാം പോയി. അന്നേരം ഒരു പട്ടാളക്കാരന്റെ കാല് മുറിഞ്ഞു പോയി. അന്നേരം കൂടെ എടാ നീ എന്നെ രക്ഷിക്കടാ, എന്റെ കാലില്ല, നീ മിണ്ടല്ലടാ, നീ അനങ്ങാൻ നടക്ക്. തല പോയവൻ മിണ്ടുന്നില്ല, പിന്നെ കാല് പോയി നിന്റെ അവസ്ഥ.
ശരിയല്ലേ? തല അറ്റുപോയാൽ മിണ്ടുന്നില്ലല്ലോ, പിന്നെ കാലുമായി നീ എന്റെ കിട്ടുന്നതാണ് പ്രശ്നം എന്ന് ചോദിച്ചത്. അതേപോലെ 8ാം ക്ലാസ് വെച്ചിട്ട് 4ാം ക്ലാസ് ഇപ്പൊ എന്റെ കിളി പോയി വേണം, നിങ്ങൾ ഇതുവരെ എത്തും. അപ്പം മനസ്സിലാക്കി ഇങ്ങനെയുള്ള ചൊല്ലി ഗവൺമെന്റ് കോളേജിൽ കണ്ടോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു. അതേപോലെ കണ്ണൂർ വുമൺസ് കോളേജിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാമിൽ ഞാനിവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? എത്ര കുട്ടികൾക്കാ നോക്കിയേ, കണ്ടോ? ഈ കുട്ടികളെ പീരീഡ്സ് ആയിട്ട് വന്ന സെഷൻ ആയിരുന്നു. 3 മണിക്കൂർ ട്രെയിനിങ് കൊടുത്തു. തീർന്നില്ല. പാലക്കാട് കോളേജിൽ കുട്ടികൾ ഡ്രീംസിനെ കുറിച്ച് മയക്കുമരുന്നും മദ്യപാനം ഇല്ലാതെ എങ്ങനെയാണ് അവർക്ക് വലിയ ലെവലിൽ എത്താൻ സാധിക്കുക എന്നുള്ള ഡ്രീംസിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു. ഇതെവിടെ ഞാൻ കണ്ടു കേട്ടോ, ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചു. ഇത് കണ്ടോ, കേരള കൗമുദി പത്രം ഒക്ടോബർ 8 പത്രമാ. അതിൽ സോമപാഠം സാമൂഹ്യ പഠനം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ സോമപാഠം എന്ന് വന്നു ഒരു ഹാഫ് പേജ്, അത് 2ാമത്തെ പേജിൽ തന്നെ വന്നു. അങ്ങനെ വന്നു. നേരെ PDF പത്രത്തിൽ വീണ്ടും വന്നു. എന്താ കേരള കൗമുദി തന്നെ കേന്ദ്രമന്ത്രി അവാർഡ് കിട്ടി. നല്ലതല്ലേ? കേട്ടോ. ഇതേപോലെ വിജയകഥ, സമരം മാഗസിൻ, ബിസിനസ് മാഗസിൻ, ഒരുപാട് മാഗസിൻ എന്റെ ഇന്റർവ്യൂ വന്നു. അതേപോലെ കേരള കൗമുദിയുടെ 114 വാർഷികം, അത് 114 വിജയങ്ങൾ തെരഞ്ഞെടുത്തതിൽ ഒരു വിജയം ഞാനായിരുന്നു. 174 ഓക്കെ. ഞാൻ പറഞ്ഞു 8ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്കും പറ്റും. പറ്റൂലേ? നമ്മൾ ആവശ്യം മനസ്സിലാക്കണം. ആവശ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അല്ലാതെ കുടുംബത്തിന് വേണ്ടി കാര്യം ചെയ്യുമ്പോ അതൊന്നും ചെയ്യാൻ പറ്റാതെ എവിടെന്നെങ്കിലും ഒരു നശിപ്പിക്കലല്ല, ആളല്ലേ? ശരിയല്ലേ? ഇവിടെ നിന്ന് ആലോചിക്കേ, എത്ര നല്ല ചാരിറ്റിയാണ് ഇവിടെ മൈലേശ്വരത്ത് കമ്പനി ചെയ്യുന്നത്. ആൾക്കാർക്ക് ദീനമാനുള്ള അവസരം, നല്ല ചാരിറ്റി അല്ലേ? അല്ലേ? അതേപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് വരുമാനം, പാവപ്പെട്ടവർക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന അവസരം, അത് വലിയ ചാരിറ്റിയാ. ഗവൺമെന്റ് ടാക്സ് മാസം ഇത്രയും ലക്ഷം രൂപ, മാസം 4 ലക്ഷം 5 ലക്ഷമൊക്കെ 6 ലക്ഷമൊക്കെ ഞാൻ GST കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു വർഷം 20 ലക്ഷം IT കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മനസ്സിൽ വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച വേണ്ടി നല്ല കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും അല്ലേ? നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്തോടെ. അപ്പം അതിന് ചാരിറ്റിയാ. ഇങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റികളുടെ രക്ഷിതാക്കളെ കുടുംബത്തിലേക്ക് സഹായിക്കാനും അവർക്ക് എതിരുള്ള കാലത്ത് നല്ല ജീവിതം കൊടുക്കാനും മൈലേശ്വരത്ത് കമ്പനിയോട് സാധിക്കും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ള മേഖലയിൽ 50 വർഷം ജോലി ചെയ്യുന്നതാണ്. 5 വർഷം കൂടെ ആത്മാർത്ഥമായി വർക്ക് ചെയ്താൽ പിന്നത്തെ 45 വർഷം നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ സാധിക്കും. നല്ല ഓപ്പർച്യൂണിറ്റിയാ. ഞാൻ പുതിയ ആൾക്കാരോട് ചോദിക്കുന്നത്, ഇന്നത്തെ ഈ ഒരു അവസരം ഇവിടെ എല്ലാവരും വളരെ ആവേശത്തിലാണ്. അതുകൊണ്ട് വേറൊന്നും തോന്നരുത് കേട്ടോ. കാരണം ആവേശമില്ലെങ്കിൽ നമ്മൾ പോയില്ലേ? നമ്മളിങ്ങനെ ചർച്ച നടന്നിട്ട് എന്ത് കാര്യം? ശാന്തമായിട്ട് കാര്യമില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാതെ അടങ്ങിയിരിക്കേണ്ടത് ഇവിടെയല്ല, അന്ന് സിവിക്കയില്ല അല്ലേ? പക്ഷേ നമ്മൾ പറയാ, നമ്മൾ കിട്ടുന്ന അവസരം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ജനങ്ങളോട് പറയണം, വേറെ കിട്ടുന്ന അവസരമാണ്, അതെല്ലാം ഉപയോഗിക്കണം. ആരോഗ്യം മെച്ചപ്പെടും. പക്ഷേ നമ്മൾ ആദ്യം ഉപയോഗിക്കണം. നിങ്ങൾ ഉപയോഗിച്ച് നല്ലതാണെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ട ബന്ധുവിനോടോ സുഹൃത്തിനോടോ ഈ അവസരത്തിൽ നിന്ന് പറയാൻ മടിക്കരുത്. പക്ഷേ അഭിപ്രായം ചോദിക്കുമ്പോൾ ഇതിനെ കുറിച്ച് അറിയുന്നവരോട് പോയി ചോദിക്കണം. എന്തായാലും പുതിയ ആളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ കേട്ട ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യണം? ഇതിന്റെ ഭാഗമാവണം. നിങ്ങളെപ്പോലെ തന്നെ ഇന്ന് കേട്ട വെച്ചാണ് നമ്മൾ. എന്നാലും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നോട് ഒരു കമ്പനി എവിടെയാ? ഞാൻ ഒരു കമ്പനി ചെന്നൈ കിടക്കുന്ന കമ്പനിക്ക് പൂത്തൂർപ്പിൽ നിൽക്കുന്ന സോമനെ എങ്ങനെയാണ് അറിയുന്നത്? എടാ പൊട്ട, നീ പെട്ടു. ഞാൻ ലോറി ഒഴിവാക്കിയപ്പോ എന്നോട് പറഞ്ഞു, നീ വേറെ ഭൂലോക മണ്ടനാ. കാരണം ഇത്രയും വലിയ 4 ലോറിയാണ് നിന്നത് ഒഴിവാക്കിയത്. 5ാമത്തെ വണ്ടി ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്ത വണ്ടി വേണ്ടെന്ന് വെച്ചപ്പോ ശ്രീറാം ഫിനാൻസ് എന്റെ പേരിൽ കേസ് കൊടുത്തു. അങ്ങനെ 3 ലക്ഷം രൂപ ഇത് എടുക്കാത്ത വണ്ടിക്ക് ഞാൻ പൈസ അടക്കേണ്ടി വന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ അന്ന് മണ്ടനാണ് എന്ന് പറഞ്ഞതാ. കാലം തെളിയിച്ചു ആരാണ് മണ്ടൻ. ആരും വെല്ലുവിളിക്കാൻ പോയില്ല. നിങ്ങൾ ആരും വെല്ലുവിളിക്കാൻ പോകരുത് കേട്ടോ. കാരണം അവര് നാളെ കാര്യം മനസ്സിലായി നമ്മളെ കൂടെ വരേണ്ടവരാണ്. ആരെ വെല്ലുവിളിക്കാൻ നമ്മളെ പണിയാണോ? അല്ല. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് എങ്ങനെയാണ് എത്താൻ സാധിക്കും? കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സുഖസൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ 2ാമത് തന്നെ പൊട്ടനെ വിളിച്ചപ്പോ അറിയോ, ഭാര്യയ്ക്ക് വണ്ടി എടുത്തു കൊടുത്തപ്പോഴാ. എന്നോട് ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ ആരെങ്കിലും ഇത്രയും വലിയ വണ്ടി എടുത്തു കൊടുക്കോ? വല്ല ഏറ്റവും ഒഴിച്ചു കൊടുത്താൽ പോലെ. ഞാൻ എന്താ കാരണം
പോകൂലേ? ശരിയല്ലേ? ആ വണ്ടി പോകാൻ പാടില്ല വിചാരിച്ചിട്ടല്ലേ? ഏത് വണ്ടി? ഞാൻ വയനാട്ടിൽ കച്ചവടാക്കി വന്ന്, ശരിയല്ലേ? അവൻ അത് പോകാൻ പാടുണ്ടോ? അവൻ ആര് ചെയ്ത് ശരി? നിങ്ങൾ പറ. ഹലോ, ഞാൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? നിങ്ങളും അതേപോലെ ചെയ്യ്. കാരണം അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നമ്മളറിയോ, നമ്മൾ നഷ്ടപ്പെട്ടു പോയി, അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി വന്നേ വേവലാതിപ്പെടാതെ അവസരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഈ ലോകത്ത് ആർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയുടെ മൈലേജ് തന്നിരിക്കുന്നത്. എന്തായാലും നമ്മളെ അധ്യാപകൻ ഇവിടെ കമ്പനിയെ കുറിച്ചെല്ലാം കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് സമയത്തിന്റെ കുറവ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ പുതിയ വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം തന്നെ എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് സാധനം വില കുറവിൽ കിട്ടാൻ ഒരു അവസരം മാത്രമാണ്. ആരുടെ ഒരു രൂപ പോലും ഒരാൾ വാങ്ങിച്ച് കൂടുതൽ കൈപ്പറ്റാറില്ല. നിങ്ങൾക്ക് വേണ്ട സാധനത്തിന്റെ വില കുറവിൽ കിട്ടാൻ ഒരു അവസരം നിങ്ങൾക്ക് തരും. ആ തരണമെങ്കിൽ നിങ്ങളെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്ത് തരും. ആ ഐഡിയുടെ നിങ്ങൾക്ക് എല്ലാ കാലത്തും വില കുറവിൽ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാം. സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നല്ലതാണെങ്കിലോ, നല്ലതാണെങ്കിൽ വേണ്ടപ്പെട്ട ബന്ധുവിനും സുഹൃത്തിനോടും നിങ്ങൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ട് അവരോട് പറയൂലേ? കാരണം അവരെ ആരെങ്കിലും മെച്ചപ്പെടാൻ നമ്മളെ കൂടി ആവശ്യമാണ്, ആണല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടുമ്പോ ആ ഹോസ്പിറ്റലിന്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ, ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ വെൽനസ് ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, അത് ഉപയോഗിക്കണം, അത് ഉപയോഗിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എന്തായാലും വരുമാനങ്ങളുടെ കാശുകളും എല്ലാം കിട്ടും. ആ കിട്ടുന്നതോടുകൂടി നമ്മൾക്കെല്ലാം നല്ല ജീവിതം കിട്ടും. എന്തായാലും എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ളതാണ്. അതിനിടെ എനിക്കൊന്ന് പറയാൻ, ലീഡേഴ്സിനോട് പറയാനുള്ളത്, ഈ വന്ന വ്യക്തികൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഇന്ന് തന്നെ കൊടുക്കണം കേട്ടോ. അല്ലേ? നമ്മുടെ പെണ്ണുകാണാൻ പോയി